ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. സുഹൃത്തിനെ പറ്റിയൊക്കെയുള്ള വീഡിയോകൾ ഞാൻ നേരത്തെ പലതവണ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ആരാണ് സുഹൃത്ത് എന്ന് അറിയാമോ? സുഹൃത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സുഹൃത്തിനൊരു നിർവചനം ഉണ്ടായിരിക്കുമല്ലോ. എന്താണ് സുഹൃത്തിൻ്റെ നിർവചനം? സുഹൃത്തിൻ്റെ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ, ആപത്തിൽ ഉപകരിക്കുന്നവൻ ആരാണോ അയാളാണ് യഥാർത്ഥ സുഹൃത്ത്. ഒരു ഡെഫിനിഷനാണ്. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ഉപേക്ഷിക്കാത്തത് ആരാണോ അയാളാണ് യഥാർത്ഥ സുഹൃത്ത്. അതുപോലെ തന്നെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുമ്പോഴേ മറ്റൊരാളിന് വേണ്ടി എന്ത് ചെയ്യത്തില്ല, തൻ്റെ സ്വന്തം സുഹൃത്തിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കത്തില്ല കേട്ടോ. മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ഒഴിവാക്കാത്തത് ആരാണോ, ഉപേക്ഷിക്കാത്തത് ആരാണോ അയാളാണ് യഥാർത്ഥ സുഹൃത്ത്. അതുപോലെ തന്നെ ഒരു നല്ല സുഹൃത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാം. ഒരു നല്ല സുഹൃത്തിന് ഒന്ന് രണ്ട് ലക്ഷണങ്ങളുണ്ട്. അതായത്, ഒരിക്കലും ഒരു നല്ല സുഹൃത്ത് അപ്പം നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ കുറ്റം പറയില്ല, നിങ്ങളുടെ നല്ലത് മാത്രം പറയും. അത് ഒരു സുഹൃത്തിൻ്റെ ലക്ഷണമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഉയർച്ചയിൽ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം സന്തോഷിക്കും. ഒരിക്കലും നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു നല്ല സുഹൃത്തിൻ്റെ ലക്ഷണമാണ്. അത് മാത്രമല്ല കേട്ടോ. പിന്നെ സുഹൃത്ത് വേറൊരു ലക്ഷണം, ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. തൻ്റെ സുഹൃത്ത് ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്നും പിന്തിരിപ്പിച്ച് നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു യഥാർത്ഥ സുഹൃത്ത് കേട്ടോ. ഒരിക്കലും തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെ നമുക്ക് ഒരു നല്ല സുഹൃത്തെന്ന് പറയാൻ കഴിയില്ല. കാരണം തെറ്റിനെ സപ്പോർട്ട് ചെയ്താൽ കുഴപ്പമെന്തുവാ? അപ്പം നിങ്ങളൊരു സുഹൃത്ത് നിങ്ങളുടെ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള കുഴപ്പമെന്തുവാ? നിങ്ങളെന്ത് ചെയ്യും? കടുത്ത അപകടത്തിൽ പോയി ചാടും. അതുകൊണ്ട് തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെ നമുക്കൊരിക്കലും നല്ല സുഹൃത്തെന്ന് പറയാൻ കഴിയില്ല. കാരണം തെറ്റിൽ നിന്നും പിന്തിരിപ്പിച്ച് നന്മയിലേക്ക് നയിക്കുന്ന ഒരാളിനെ നമുക്ക് എന്തെന്ന് പറയാൻ കഴിയും? ഒരു നല്ല സുഹൃത്തെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റികളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു നല്ല സുഹൃത്താണ് എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഒരു നിങ്ങളുടെ നല്ല സുഹൃത്ത് ഒരിക്കലും മറ്റൊരാളോട് നിങ്ങളുടെ കുറ്റം പറയില്ല. ചങ്ങാതി നന്നായാൽ എന്ത് വേണ്ടാന്നാ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നാണ് കേട്ടോ. ചങ്ങാതി നന്നായാൽ കണ്ണാടി